നമസ്കാരം. ഒരു സിനിമ രാജ്യത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയമാകുന്നു. അത് കേട്ട് തിയേറ്ററുകളിലേക്ക് കേരളത്തിലെ അടക്കം ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും ഓടുന്നു. സിനിമ കണ്ട സങ്കടം സഹിക്കാനാകാതെ ബോധക്ഷയവും കരച്ചിലും എന്തിന് വിഷാദ രോഗം വരെ പിടിപെടുന്നു. ഒരുപക്ഷെ തലമൂത്ത സിനിമാ പ്രേമികൾ പോലും കേട്ടുകാണില്ല സയാര എന്ന ഹിന്ദി സിനിമ ഇറങ്ങിയതിനെക്കുറിച്ച്. ഒരിടവേളയ്ക്ക് ശേഷം ബോക്സ് ഓഫീസിൽ ബോളിവുഡിൻ്റെ മാനം രക്ഷിച്ചിരിക്കുകയാണ് ഈ സിനിമയിലെ ക്വാളിറ്റിയേക്കാൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഉണ്ടായ വൻ വിജയം. വമ്പന്മാർക്കെല്ലാം കാലിടറിയ ബോളിവുഡിൽ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് രണ്ട് പുതുമുഖ താരങ്ങൾ കൂടി കടന്നു വന്നിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. ജെൻസി പിള്ളേർ തന്നെയാണ് ഈ ചിത്രത്തിന് ഇത്രയും വിജയം നൽകുന്നതും മൈലേജ് കൊടുക്കുന്നതും. ബോളിവുഡിൽ ലവ് സ്റ്റോറികൾക്ക് വലിയ പ്രാധാന്യമാണ് എല്ലാ കാലത്തും ഉള്ളത്. നേരത്തെ ആഷിക്കി 2 പോലുള്ള ചിത്രങ്ങളാണ് കൈയടക്കിയിരുന്നതെങ്കിൽ ഇന്നത് സയാരയിൽ എത്തി നിൽക്കുന്നു. അതേസമയം 2K കിഡ്സിൻ്റെ വിലാപം മാത്രമാണ് സിനിമയെന്നാണ് പുച്ഛിച്ച് തള്ളുന്നത് 90s കിഡ്സ്. മാത്രമല്ല ബോധം കെടാനും കരയാനുമുള്ള സംഭവങ്ങളൊന്നും ചിത്രത്തിലില്ല എന്ന് ശക്തിയുക്തം വാദിക്കുകയാണ് ഈ വിഭാഗം. മലയാളത്തിലെ സിനിമാ താരങ്ങളും സിനിമാ നിരീക്ഷകരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമ കണ്ട് കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട്. ഈ സിനിമയിൽ എന്താണ് കരയാനുള്ളത്? കമൽഹാസനും ശ്രീദേവിയും ഒരുമിച്ച് അഭിനയിച്ച സത്മ എന്ന ചിത്രം കണ്ടാൽ ഇന്നത്തെ തലമുറ സ്ഥിരമായ വിഷാദ രോഗത്തിലേക്ക് പോകുമെന്നാണ് സിനിമ നടി ഭാവന ഈ ചിത്രം കണ്ടതിന് പിന്നാലെ പ്രതികരണമായി പറഞ്ഞത്. ആക്ഷൻ സിനിമകളും ത്രില്ലറുകളും ഹൊറർ കോമഡികളുമെല്ലാം കണ്ടു മടുത്ത ബോളിവുഡിൽ ഒരു സാധാരണ പ്രണയകഥ വലിയ വിജയം നേടുകയെന്നത് ചെറിയ കാര്യമല്ല. പുതുമുഖങ്ങളായ അഹാൻ പാണ്ഡെയും അതുപോലെ തന്നെ അനീത് പദ്ധയും പ്രധാന വേഷങ്ങളിലെത്തിയ സയാര ബോക്സ് ഓഫീസ് അങ്ങനെ ഇളക്കി മറിക്കുകയാണ്. റിലീസായി 3 ദിവസം കൊണ്ട് 100 കോടി പിന്നിട്ട ചിത്രം റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ 300 കോടിയിലേക്ക് കളക്ഷൻ കണക്കുകൾ നീളുകയാണ്. മോഹിത് സൂരി സംവിധാനം ചെയ്ത ഈ ചിത്രം ബോളിവുഡിലെ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ഒന്നാകുമെന്ന് തന്നെ കണക്കാക്കാം. ബോളിവുഡ് വമ്പന്മാരെ പോലും ഞെട്ടിച്ച സിനിമ വരും ദിവസങ്ങളിൽ സകല സിനിമകളുടെയും റെക്കോർഡ് തൂക്കുമെന്ന് ഉറപ്പ്. വലിയ പബ്ലിസിറ്റി സ്റ്റണ്ടുകളൊന്നുമില്ലാതെ തന്നെ ഹൈപ്പ് സൃഷ്ടിക്കാനും റിലീസിന് ശേഷം വേർഡ് ഓഫ് മൗത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടാനും സാധിച്ചതുമാണ് ഈ സിനിമയുടെ യഥാർത്ഥ വിജയം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കളെയും യുവതികളെയും കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സിനിമ ഇറക്കിയത് തന്നെ. അവർ കൃത്യമായി അവരുടെ പണി ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത സിനിമ ആദ്യത്തെ 2 ദിവസത്തിൽ നേടിയത് 48 കോടി. എന്നാൽ ഞായറാഴ്ച മാത്രം ചിത്രം 35 കോടി രൂപ നേടി. മറ്റ് കണക്കുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ 100 കോടിക്ക് മുകളിലാണ് 3 ദിവസം കൊണ്ട് ചിത്രം നേടിയത്. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുമാണ് 84 കോടിയിലധികം രൂപ സയാര ആദ്യ 3 ദിനങ്ങളിൽ നേടിയത്. ഓവർസീസ് കണക്കുകൾ കൂടി കണക്കാക്കുമ്പോൾ മറ്റ് സാറ്റലൈറ്റ് കണക്കുകളെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ സയാരയുടെ ഇതുവരെയുള്ള കളക്ഷൻ തുക ഉയരും. സണ്ണി ഡിയോളിൻ്റെ ജാട്ടിനെ ഇതോടെ ചിത്രം പിന്നിലാക്കി. അക്ഷയ് കുമാറിൻ്റെ കേസരി ചാപ്റ്റർ 2, സ്കൈ ഫോഴ്സ്, സൽമാൻ ഖാൻ്റെ സിക്കന്ദർ തുടങ്ങിയ സിനിമകളെയെല്ലാം സയാര അനായാസം പിന്നിലാക്കുന്നതാണ് കണ്ടത്. സൂപ്പർ സ്റ്റാറുകളെ നോക്കുകുത്തികളാക്കി ഒരു കൊച്ചു ചിത്രം കളക്ഷൻ പിടിക്കുന്ന അപൂർവ കാഴ്ച കൂടിയാണ് ഇപ്പോൾ ബോളിവുഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹാന പാണ്ഡെയുടെ സഹോദരൻ കൂടിയായ അഹാൻ പാണ്ഡെയുടെ ആദ്യ ചിത്രമാണിത്. പുതുമുഖം അനീത് പദ്ധയും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ. എന്തായാലും ഇരുവരും അരങ്ങേറ്റം ഗംഭീരമാക്കിയെന്നാണ് സിനിമ കണ്ടവരെല്ലാം പറയുന്നത്. ജെൻസിയുടെ ആഷിക്കി എന്നാണ് സിനിമ വിശേഷിപ്പിക്കപ്പെടുന്നത് പോലും. പുതിയ തലമുറയുടെ കാലവുമായി ചേർന്ന് നിൽക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം വരവേൽപ്പ് ലഭിച്ചിരിക്കുന്നത്. യശ്രാജ് ഫിലിംസാണ് സിനിമയുടെ നിർമ്മാണം. 35 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുക്കിയത്. വലിയ വിജയമായ ചാവ എന്ന ചിത്രം, അതായത് വിക്കി കൗശലിൻ്റെ ചാവ എന്ന ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ മാത്രമാണ് നിലവിൽ സയാരയ്ക്ക് മുന്നിലുള്ളത്. ചാവ 3 ദിവസത്തിൽ 159 കോടി രൂപയായിരുന്നു നേടിയത്. എന്നാൽ ചാവയുടെ താരനിരയും ബിഗ് ബജറ്റും എല്ലാം കണക്കിലെടുക്കുമ്പോൾ സയാരയുടെ വിജയം ചാവയ്ക്കൊപ്പം അല്ലെങ്കിൽ ഒരുപടി മുകളിൽ നിൽക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. സമീപകാലത്ത് ഒരു പുതുമുഖത്തിൻ്റെ ചിത്രവും ഇതുപോലെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആലിയ ഭട്ട്, വരുൺ ധവാൻ, സിദ്ധാർത്ഥ് മൽഹോത്ര എന്നിവരുടെ അരങ്ങേറ്റ ചിത്രമായ സ്റ്റുഡൻറ് ഓഫ് ദ ഇയർ ആയിരുന്നു ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച ഏറ്റവും ഹൈപ്പോടെ വന്ന പുതുമുഖങ്ങളുടെ ചിത്രം. എന്നാൽ ആ ചിത്രങ്ങളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കാൻ സയാരയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. സയാരയുടെ ബോക്സ് ഓഫീസ് വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അജയ് ദേവ്ഗൻ, അതായത് ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ എന്ന് കണക്കാക്കപ്പെടുന്ന ദൃശ്യം സീരീസിലെ ഹിന്ദി പതിപ്പിൽ അഭിനയിച്ച മോഹൻലാൽ അഭിനയിച്ച ദൃശ്യം സിനിമയിലെ ഹിന്ദി പതിപ്പിൽ അഭിനയിച്ച അജയ് ദേവ്ഗൻ ചിത്രം സൺ ഓഫ് സർദാർ 2 പോലും റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതും ശ്രദ്ധേയമായൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും സയാര ട്രെൻഡ് കേരളത്തിൽ ഇപ്പോഴാണ് കൂടുതൽ പിടിമുറക്കുന്നത് അല്ലെങ്കിൽ കത്തി തുടങ്ങിയത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അനുഭവം പങ്കുവയ്ക്കുക. ബോധക്ഷയമോ വിഷാദരോഗമോ പിടിപെടാൻ സാധ്യതയുള്ള സിനിമയാണോ എന്ന് കാണാൻ പോകുന്നവരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ.